ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് കലാഞ്ചിയോയാണ്. കലാഞ്ചിയോ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനും അറിയാനൊക്കെ പോകുന്നത്. അപ്പോൾ വലിയൊരു വേനൽക്കാലവും അതിനിടയിലൂടെ ചെറിയൊരു മഴക്കാലവും ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു നല്ലൊരു നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു സീസണിലേക്ക് കടക്കുകയാണല്ലേ. അപ്പോൾ ഇനി എല്ലാവരും അങ്ങോട്ട് പലതരം ചെടികൾ വാങ്ങിച്ച് വെക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ദിവസവും നിറയെ പൂക്കൾ തരുന്ന ഈ കലാഞ്ചിയോ ചെടിയെ കൂടി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്തിയെടുക്കാൻ കഴിയുന്ന സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലയും തണ്ടും ഫ്ലഷി ആയതാണ്. 6 മുതൽ 12 ഇഞ്ചസ് വരെയാണ് ഈ ചെടിയുടെ ഹൈറ്റ് വരുന്നത്. നാടനും ഹൈബ്രിഡും ഒക്കെ പല വെറൈറ്റീസിൽ നമുക്ക് കിട്ടാനുണ്ട്. ഈ ചെടിക്ക് 3 സ്റ്റേജസ് ആണ് വരുന്നത്: ഗ്രോത്ത്, ഫ്ലവറിങ് ആൻഡ് റെസ്റ്റിംഗ് സ്റ്റേജസ്. അതിനകത്ത് ഗ്രോത്ത് സ്റ്റേജ് വരുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. ഫ്ലവറിങ് സ്റ്റേജ് വരുന്നത് നവംബർ മുതൽ ഏപ്രിൽ വരെയും റെസ്റ്റിംഗ് സ്റ്റേജ് വരുന്നത് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുമാണ്. ഗാർഡൻ സോയിലും കൊക്കോപീറ്റും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ കൊക്കോപീറ്റിൽ മാത്രം ചെടി വളർത്തിയെടുക്കുന്നതുമുണ്ട്. അപ്പോൾ ഈ കൊക്കോപീറ്റിൽ മാത്രം ചെടി വളർത്തിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 മാസത്തോളം പൂക്കൾ ചെടിയിൽ തന്നെ നിൽക്കും. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ചെടിക്ക് വെള്ളം കൊടുക്കുക. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇല മഞ്ഞ നിറത്തിലാവും. കൂടാതെ സൂര്യപ്രകാശം അധികം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. രാവിലത്തെ സൂര്യപ്രകാശം മാത്രമാണ് ഈ ചെടിക്ക് ആവശ്യമുള്ളത്. അമിതമായ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഈ ചെടിയുടെ ഇലകളെല്ലാം ചുരുണ്ടു വരുന്നത് കാണാം. ചെടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് പൂവിലും ഇലയിലും വെള്ളം വീഴാതെ നോക്കേണ്ടതുണ്ട്. കമ്പ് മുറിച്ചും ഇലകൾ മുറിച്ചു വെച്ചും നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കമ്പ് മുറിച്ചും ഇലകൾ മുറിച്ചൊക്കെ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് യാതൊരു പോട്ടി മിക്സും ചേർക്കാതെ വെറും മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ചെടി വലുതായി വരുമ്പോൾ നമ്മൾ പോട്ടി മിക്സൊക്കെ ചേർത്തിട്ട് വലിയൊരു ചട്ടിയിലോ നിലത്തൊക്കെ ആയിട്ട് നട്ടു കൊടുക്കാം. കുലകുലയായിട്ട് പൂക്കൾ കണ്ടുവരുന്ന ഈ ചെടിയിൽ പൂക്കൾ ഉണങ്ങി വരുന്നതനുസരിച്ച് നമ്മളത് ചെടിയിൽ നിന്നും നീക്കി കൊടുക്കേണ്ടതാണ്. എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നോക്കിക്കൊണ്ട് നടക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ചെടിയെ മഴയിൽ നിന്നും മാറ്റി ഷേഡിലോ മറ്റോ വെക്കേണ്ടതാണ്. ചെടിയുടെ 3ാമത്തെ സ്റ്റേജായ റെസ്റ്റിംഗ് സ്റ്റേജിലാണ് ഇതിനകത്ത് പൂക്കൾ കുറഞ്ഞു വരാനായിട്ട് സാധ്യതയുള്ളത്. ആ സമയത്ത് നമ്മൾ ഈ ചെടിയെ ഇരുട്ടിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ തരും. ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു ചെടിയാണ് ഇതെന്ന് കൂടി നമുക്ക് പറയാം. നാടൻ ഇനങ്ങളെക്കാളും കൂടുതൽ ഹൈബ്രിഡ് ഇനങ്ങൾക്കാണ് ഇല പിടിച്ച് തൈകൾ ഉണ്ടായി വരുന്നത്. ഇനി പൂക്കളുടെ സീസൺ വരുമ്പോൾ ഏതെല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാങ്ങി വീട്ടിൽ വെക്കും എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. അവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു പേരാണ് കേട്ടോ കലാഞ്ചിയോ എന്നത്. അപ്പോൾ കലാഞ്ചിയോ ഈ ചെടിയിൽ പല കളർ പൂക്കൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചെടി കൂടി വാങ്ങി നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.